നമസ്കാരം. ബിനോയ് വിശ്വത്തിൻ്റെ ഹസ്തരേഖയും ജാതകവും ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ദുരന്തമാണ്. അദ്ദേഹം മന്ത്രിയായിരുന്നു. ആഗോള താപനത്തിനെതിരെ മരമാണ് മറുപടി എന്ന് പറഞ്ഞ് കുറേ മരത്തൈയൊക്കെ വെച്ചു. അതിന് അദ്ദേഹം മിടുക്കനാണ്. മരത്തൈ വയ്ക്കാൻ കൊള്ളാം. അല്ലാതെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കാൻ കൊള്ളുകയില്ല. അദ്ദേഹം എഴുത്തും വായനയും പരിപാടികളും കുറച്ച് ഒരു മിതമായ പ്രസംഗവും ക്ലാസ്സും ഒക്കെ എടുത്ത് അച്യുതമേനോൻ സെൻറ്ററിൻ്റെ ഡയറക്ടറായിട്ടൊക്കെ അങ്ങ് പോയാൽ വളരെ നല്ലത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുകിൽ പറയാതിരിക്കുക, പറഞ്ഞാൽ നിലപാടിൽ ഉറയ്ക്കുക, അല്ലെ പറയാതിരിക്കുക, ആലോചിച്ചും കണ്ടും പറയുക. ഇത് എന്തു വന്നാലും മുന്നണി പിളർന്നാലും ഞങ്ങൾ സെപ്പറേറ്റ് ഇരുന്നാലും PM ശ്രീ സമരവും വിഴിഞ്ഞം സമരമൊക്കെ ഞങ്ങൾ സെപ്പറേറ്റ് ചെയ്താലും ഒറ്റയ്ക്ക് ചെയ്താലും ഞങ്ങൾ നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരുന്നാലും ഞങ്ങൾക്ക് ഉപകക്ഷി നേതാവ് കിട്ടണം, നിയമസഭയുടെ ഉപപ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം കിട്ടണം, അല്ലെങ്കിൽ ഞങ്ങൾ മൂക്ക് ചെത്തിക്കളയും എന്ന് വലിയ വായിലാണ് ബിനോയ് വിശ്വം അവർ പറഞ്ഞത്. ഇപ്പം എന്തായി? പുലിയെപ്പോലെ വന്നയാൾ എലിയെപ്പോലെ ആയെന്ന് പറഞ്ഞാൽ പോരാ, ചത്ത എലിയെപ്പോലെ. തമ്പ്രാൻ അങ്ങ് പറയുന്നത് തന്നെ വലിയ കാര്യം, അങ്ങ് വലിയവനാണ്, അങ്ങ് എന്ത് പറയുന്നുവോ അതുപോലെ അടിയൻ അനുസരിച്ചു കൊള്ളാമേ. മുന്നണിയാണ് വലുത്. കഴിഞ്ഞ ആഴ്ച വരെ മുന്നണി ചെറുതായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. മുന്നണി പിളർത്തിയാലും ഞങ്ങൾ പോയിരിക്കുമെന്ന് പറഞ്ഞു. പിണറായി വിജയൻ കാട്ടിലെ സിംഹത്തിനെ പോലെയാണ്. കാട്ടിൽ സിംഹം ശകലം ഒന്ന് ശയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ ബാക്കി മൃഗങ്ങളൊക്കെ കിടന്ന് സംഹാര താണ്ഡവമാണ്. അപ്പോൾ ഏതുവരെ പോട്ടെന്ന് സിംഹം നോക്കും. ഒരു ഘട്ടം കഴിയുമ്പോൾ സിംഹം അലറും, സകലവന് ഓടി ഒഴിക്കും. സകല ജീവജാലങ്ങളും ജന്തുക്കളും സസ്യങ്ങളും എല്ലാം ജീവികളും എല്ലാം മാളത്തിലോടും എന്ന് പറഞ്ഞ പോലെ പിണറായി ചേട്ടൻ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ വരുമെന്ന് നോക്കട്ടെ. ഞാൻ പിന്നോയി വിശ്വം കൊള്ളാമല്ലോ. പ്രകാശ് ബാബുവാ, രാജന, പ്രസാദ്, ആരാ ഇവിടെ? എല്ലാവരും ഇങ്ങനെ കടന്ന് മതിച്ചു എല്ലാ മതിപ്പും കൂടെ അങ്ങോട്ട് സെറ്റായപ്പോൾ പിണറായി ഇറങ്ങി പറഞ്ഞു, ഒരു കോപ്പ് ഇവിടെ നടക്കില്ല, നീയൊക്കെ മര്യാദയ്ക്ക് ഇരുന്നോണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ 10 വർഷം ഇവിടെ ഭരിച്ചപ്പോൾ നിങ്ങളുടെ ഓരോ നേതാക്കളെയും സംബന്ധിക്കുന്ന, നിങ്ങളുടെ കുടുംബങ്ങളെ സംബന്ധിക്കുന്ന, നിങ്ങളുടെ പാർട്ടികളെ സംബന്ധിക്കുന്ന സകല ഫയലും എൻ്റെ പെൻഡ്രൈവിലുണ്ട്, സൂക്ഷിച്ചോ, ഓരോരുത്തനെ ഞാൻ വിടത്തില്ല, എല്ലായിടത്തും ഞാൻ റോഡിയിടും. ബിനോയ് വിശ്വം പേടിച്ചു, സാറേ വേണ്ട, നമുക്ക് മുന്നണിയാണ് വലുത്, നമുക്ക് ഒരിക്കലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പോകരുത്, അധികാരമോഹമല്ല വലുതെന്ന് പറഞ്ഞ് ആശയത്തിൻ്റെ തത്വാധിഷ്ഠിത നിലപാടിലേക്ക്, നമ്മുടെ ആശാന്മാരുടെ പഠന നിലവാരത്തിലേക്ക് ബിനോയ് വിശ്വം ഉയർന്നു. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിച്ചു. പക്ഷേ വെളിയം ഭാർഗവനായിരുന്നുവെങ്കിൽ ഒന്നുകിൽ ആശാൻ പറയില്ല, പറഞ്ഞാൽ ആശാൻ നേടിയിരിക്കും. അതാണ് വെളിയം, അതാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഒന്നുകിൽ പറയരുത്, പറഞ്ഞാൽ നേടിയിരിക്കണം. അല്ലാതെ അയയിലുമല്ല കോണാത്തിലുമല്ലാത്ത രീതിയിലുള്ള ഇതുപോലെ അയഞ്ഞാം കൊയഞ്ഞാം സെക്രട്ടറിമാർ. എന്തോന്ന് സെക്രട്ടറിമാരുടെ? ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? ഇത് കോൺഗ്രസ്സാ, BJPയാ, ജനതാദള, RSPയാ? ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവെന്ന് പറഞ്ഞാൽ ഒരുപാട് പറയരുത്, പറയുന്നത് സ്ട്രോങ് ആയിരിക്കണം, നല്ല ബ്രൂ കോഫി കുടിച്ചണക്കിരിക്കണം, ക്രിസ്റ്റൽ ക്ലിയർ ബ്രൂ കോഫി കുടിച്ചണക്കിരിക്കണം, ഒന്ന് കുടിച്ചാൽ ഒന്നുകൂടെ കുടിക്കാൻ തോന്നണം. അത്ര മനോഹരമായിട്ടുള്ള പവിത്രമായിട്ടുള്ള പവിഴമുത്ത് പോലുള്ള വാക്കുകളായിരിക്കണം. അപ്പോൾ സമൂഹം ഭയങ്കര ആദരവോടുകൂടി കാണുന്നത്. ഇത് അഞ്ഞാ കുഞ്ഞാ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഓരോ ഡയലോഗുകളും അടിച്ച് അവസാനം പിന്നെ ഞാനൊന്നുമില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ്, ഇന്ന് രാമായണ മാസമാണ്, തുടങ്ങുകയാണെന്ന്. രാമായണം തുടങ്ങുന്ന ഈ മാസം തന്നെ ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് മുന്നണിയാണ് വലുത്. കഴിഞ്ഞ ആഴ്ച വരെ ഞങ്ങളാണ് വലുത്, ഈ ആഴ്ച ആയപ്പോൾ മുന്നണിയാണ് വലുത്. സാഷ്ടാംഗ പ്രണാമം. അങ്ങാണ് വലിയവൻ, അങ്ങ് തീരുമാനിക്കുന്നത് നടക്കട്ടെ, അങ്ങ് രാജാവാണ്, അങ്ങ് കണ്ണൂരിട്ടരുതിനി ഒരു തെറ്റും ചെയ്തിട്ടില്ല, സമസ്ത അപരാധവും പുറക്കണം, അങ്ങ് തന്നെ പ്രതിപക്ഷ നേതാവ്, അങ്ങ് തന്നെ ഉപകക്ഷി നേതാവ്, ഇനി അങ്ങേക്ക് ആരെങ്കിലും വയ്ക്കണമെങ്കിൽ അങ്ങയുടെ പാർട്ടിയിൽ നിന്ന് വച്ചോളൂ, ഞങ്ങളിനി അങ്ങോട്ടേ ഇല്ല, ഞങ്ങൾ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് ബിനോയ് വിശ്വം നിൽക്കുന്നു. അങ്ങേക്ക് ശരിയാവുന്ന ഒരു കാര്യം അടിയന്തരമായി CPIയുടെ സംസ്ഥാന സ്റ്റേറ്റ് കൗൺസിൽ വിളിച്ച്
ഒറ്റ വരിയിൽ ഒരു രാജി എഴുതി കൊടുത്തിട്ട് ആ പ്രകാശ് ബാബുവിനെ ഏൽപ്പിക്കുക, ഇതിലൊന്ന് മാറിയിരിക്കുക. പ്രകാശ് ബാബു കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഈ പ്രതിപക്ഷത്തിൻ്റെ ഭരണം, മറ്റേ ഭരണപക്ഷത്തല്ലല്ലോ, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ എങ്ങനെയാണ് പ്രതിപക്ഷത്തിൻ്റെ നേതാവായി പിണറായി ഇരിക്കുകയാണെങ്കിൽ ആ CPM-നെ എങ്ങനെയാണ് നേരായ വഴിക്ക്, നേർവഴിക്ക്, ശരിയുടെ വഴിക്ക്, ശരി ദൂരത്തിൽ സഞ്ചരിപ്പിക്കുന്നത് എങ്ങനെയെന്ന് പ്രകാശ് ബാബു ചേട്ടൻ, സഖാവ് പ്രകാശ് ബാബു കാണിച്ചു.